ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം, TCV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഊബർ ടാക്സി കാറുകൾ വീണ്ടും തടഞ്ഞു. ഓൺലൈൻ ഓട്ടോ ടാക്സികളെ നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ മോട്ടോർ തൊഴിലാളി സംയുക്ത ട്രേഡ് യൂണിയൻ RTO ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ശാസ്താംപൂവം ആദിവാസി ഉന്നതിയിൽ സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ സന്ദർശനം നടത്തി. ഭക്ഷ്യഭദ്രതാ പദ്ധതികൾ വിലയിരുത്തുന്നതിനായിരുന്നു സന്ദർശനം. മേലൂർ കുന്നപ്പിള്ളിയിൽ മദ്യപാനത്തിനിടെ സുഹൃത്തിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. അടിച്ചിരി സ്വദേശി ശോഭനനെയാണ് കൊരട്ടി പോലീസ് അറസ്റ്റ് ചെയ്തത്. രൂക്ഷമായ വന്യമൃഗശല്യം മൂലം പ്രതിസന്ധിയിലായി കൊക്കോ കർഷകർ. ചേലക്കര, പഴയന്നൂർ, എളനാട്, തിരുവല്ലോമല മേഖലയിലെ കർഷകർ കൊക്കോ കൃഷി ഉപേക്ഷിക്കുന്നു. കലാമണ്ഡലം വിദ്യാർത്ഥികൾക്കെതിരായ ലൈംഗിക അതിക്രമം. ഒളിവിൽ പോയ അധ്യാപകൻ കനകകുമാറിനെ കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. വാർത്തകൾ വിശദമായി. തൃശൂർ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലെ BJPയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. LDFന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മുന്നണി വിട്ട് NDAയുടെ സ്ഥാനാർത്ഥി. ദേശപ്പോര് മുറുകുമ്പോൾ മുന്നണി മാറ്റവും സജീവമായി. തൃശൂർ കോർപ്പറേഷനിലെ ജനതാദൾ S അംഗവും LDFന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ ഷീബ ബാബുവാണ് ചുവടുമാറ്റി NDAയ്ക്കൊപ്പം ചേർന്നത്. പാർട്ടി സ്ഥാനം രാജിവെച്ചെത്തിയ ഷീബയെ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MD രമേശ് പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഷാളണിയിച്ച് സ്വീകരിച്ചു. ഷീബ കൃഷ്ണാപുരം ഡിവിഷനിൽ NDAയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും. ആകെയുള്ള 56 സീറ്റിൽ 30 സീറ്റിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് BJP ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ചത്. പൂങ്കുന്നത്ത് രഘുനാഥ് C മേനോൻ, പാട്ടുരായ്ക്കൽ കൃഷ്ണമോഹൻ, വിയൂർ മനോജ് നെല്ലിക്കാട്, പെരിങ്ങാവ് ജയശ്രീ, വില്ലടം രമ്യ കുമരൻ ചാത്ത്, ചേറൂർ മനു പള്ളത്ത്, മുല്ലക്കര TV ദിവ്യ, ഒല്ലൂക്കര ഗിരീഷ് ചെറുവാറ, കുട്ടനെല്ലൂർ ET ബാലൻ, പറവട്ടാനി ജോമേഷ്, ചെമ്പൂക്കാവ് K മഹേഷ്, മിഷൻ ക്വാർട്ടേഴ്സ് ആന്റണി പാലത്തിങ്കൽ, കുരിയച്ചിറ നിമ്മി ജോൺ, വളർക്കാവ് ശോഭ മേനോൻ, അഞ്ചേരി K ജയശ്രീ, ഒല്ലൂർ സെന്റർ ജെയിൻ പാലത്തിങ്കൽ, എടക്കുന്നി നിഖില ഊത്തപ്പിള്ളി, തൈക്കാട്ടുശ്ശേരി ധനിക, ചിയാരം നോർത്ത് സോഫിയ സൈജു, കുരിയച്ചിറ വെസ്റ്റ് രമ്യ ആന്റണി, തേക്കിൻകാട് പൂർണിമ സുരേഷ്, തിരുവമ്പാടി അഡ്വക്കേറ്റ് രേഷ്മ മേനോൻ, കോട്ടപ്പുറം വിനോദ് കൃഷ്ണ, വടൂക്കര സദാനന്ദൻ വാഴപ്പിള്ളി, കണിമംഗലം പത്മിനി ഷാജി, കാര്യാട്ടുകര KK രാധാകൃഷ്ണൻ, കാനാട്ടുകര മിനി രാജീവ്, എൽത്തുരുത്ത് സൗമ്യ സലേഷ്, ചേറ്റുപുഴ സജിനി സത്യൻ എന്നിവരാണ് NDAയ്ക്കായി മത്സരരംഗത്തുള്ളത്. ഇതിൽ പൂർണിമ സുരേഷ് മാത്രമാണ് സിറ്റിംഗ് കൗൺസിലറായി ആദ്യ പട്ടികയിൽ ഇടം പിടിച്ചത്. ബാക്കിയുള്ള സീറ്റുകളിൽ മുന്നണിയിലെ ഘടകകക്ഷിയായ BDJSുമായി ചർച്ച നടത്തി വരും ദിവസങ്ങളിൽ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്ന് MD രമേശ് പറഞ്ഞു. തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ സുരേഷ് ഗോപി NDA സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ചത് ഈ പർവ്വത സമാനമായിട്ടുള്ള 2 മുന്നണികൾക്കെതിരായിട്ടാണ്. അതുകൊണ്ട് പുതിയ രാഷ്ട്രീയത്തിന്, പ്രത്യേകിച്ചും വികസനോന്മുഖമായിട്ടുള്ള രാഷ്ട്രീയത്തിന് കേരളത്തിൽ പ്രസക്തിയുണ്ട് എന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പോടുകൂടി ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. ഈ പ്രാവശ്യം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഇതേ ആശയം മുമ്പോട്ട് വെച്ചുകൊണ്ട് വികസനത്തിന്റെ കൂട്ടായ്മകൾ ഗ്രാമതലം മുതൽ എല്ലാ മേഖലയിലും സൃഷ്ടിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നുള്ളതാണ് പാർട്ടിയും മുന്നണിയും ആഗ്രഹിച്ചിട്ടുള്ളത്. BJP നേതാക്കളായ ശോഭാ സുരേന്ദ്രൻ, പത്മജ വേണുഗോപാൽ, അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, A നാഗേഷ്, അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ, അഡ്വക്കേറ്റ് രവികുമാർ ഉപ്പത്ത്, BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് എന്നിവരും സ്ഥാനാർത്ഥി പ്രഖ്യാപന വേളയിൽ സന്നിഹിതരായിരുന്നു. TCV തൃശൂർ. LDFനെതിരെ രൂക്ഷ വിമർശനവുമായി മുന്നണി വിട്ട തൃശൂർ കോർപ്പറേഷൻ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ ബാബു. അവഗണനയിൽ മനം മടുത്താണ് മുന്നണി മാറ്റമെന്ന് ഷീബ ബാബു. LDFിൽ നേരിട്ടത് തികഞ്ഞ അവഗണനയാണ്. ഡിവിഷനിലേക്ക് ഫണ്ടുകൾ പോലും അനുവദിക്കാതെ തഴഞ്ഞു. നേതൃത്വത്തെ അറിയിച്ചിട്ട് പോലും ഫലമുണ്ടായില്ല. സഹികെട്ടാണ് പാർട്ടിയും മുന്നണിയും വിട്ടത്. മുന്നണി ബന്ധമൊക്കെ പോയിട്ടുന്ന ആളുകളായി. കാരണം വെച്ചാൽ ഞാൻ 1.5 വർഷമായിട്ട് തന്നെ ഒരു പ്രസ് മീറ്റിനും നമ്മൾ അറിയിക്കാറില്ല.
ഒരു കോർ കമ്മിറ്റി വിളിക്കാറില്ല. എന്നെ പ്രകോപിപ്പിച്ചിട്ടുള്ളത് വേറെ വിഷയങ്ങളൊന്നല്ല. 3 പ്രാവശ്യമായിട്ട് എന്നെ തെരഞ്ഞെടുത്ത ജനങ്ങൾക്ക് ആവശ്യമുള്ളത് കോർപ്പറേഷനിൽ നിന്ന് വികസനം എത്തിക്കാൻ സാധിക്കുന്നില്ല. ആ ഒരു ഗ്രൗണ്ട് എനിക്ക് തടയപ്പെടുന്നു. എനിക്ക് കൗൺസിലർ എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കാനുള്ള ഗ്രൗണ്ട് തടയപ്പെടുന്നു എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. കാരണം നമുക്ക് ഓരോ വർഷം അലോട്ട് ചെയ്യുന്ന ഫണ്ടുകൾ നമുക്ക് യഥാസമയം ലഭിച്ചാലാണ് നമുക്കത് ആ പ്രദേശത്തിൻ്റെ വികസനത്തിന് ഉപയോഗിക്കാൻ കഴിയുക. ആ ഒരു രീതിയിൽ നമുക്ക് കിട്ടുന്നില്ല. ടെൻഡർ വരെ എത്തുമ്പോൾ നമ്മുടെ വർക്കുകൾ മാറ്റിവെക്കപ്പെടുകയാണ്. നികുതി അടച്ച് എല്ലാ നിയമങ്ങളും അനുശാസിച്ച് ജീവിക്കുന്ന ജനങ്ങളാണ് എൻ്റെ ഡിവിഷനിലുള്ളത്. അവർക്ക് അർഹതപ്പെട്ട ഫണ്ട് വികസനത്തിന് തടസ്സപ്പെടുത്തുക, അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ജനങ്ങൾക്കായുള്ള വികസന പ്രവർത്തനങ്ങൾക്കാണ് തന്റെ മുഖ്യ പരിഗണന. അതിന് ഏറ്റവും കൂടുതൽ ഫണ്ടുകൾ അനുവദിക്കുന്ന BJP നേതൃത്വം നൽകുന്ന NDAയിൽ വിശ്വാസമുണ്ടെന്നും ഷീബ പറഞ്ഞു. ഞാൻ വിശ്വാസം അർപ്പിച്ചിട്ടുള്ളത് എൻ്റെ ജനങ്ങളിലാണ്. അവിടെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എന്നെ പിന്തുണയ്ക്കുന്നവരവിടെ ഉണ്ട്. അവരുടെ ആവശ്യപ്രകാരമാണ് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന 4 ഭാഗത്തുള്ള ആവശ്യപ്രകാരമാണ് നമ്മൾ സ്ഥാനാർത്ഥിയാകുന്നത്. പക്ഷെ ഒരു വോട്ടിങ്ങിൻ്റെ ഒരു മെഷീനറി ചലിപ്പിക്കണമെങ്കിൽ നമുക്ക് ഒരു മുന്നണിയുടെ സപ്പോർട്ട് ആവശ്യമാണ്. അപ്പോൾ കൂടുതൽ വികസനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഫണ്ട് കൂടുതൽ ലഭ്യമാകും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇവർ നിരുപാധികം നമുക്ക് പിന്തുണ തന്നപ്പോൾ, ഇവരെൻ്റെ അടുത്ത് വന്നപ്പോൾ എനിക്ക് ഇലക്ഷൻ വർക്ക് എന്നോട് ഫ്രീ ആയിട്ട് നടത്തിയോളാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ ഈ മുന്നണിയിലേക്ക് വന്നിട്ടുള്ളത്. 15 വർഷമായി തൃശൂർ കോർപ്പറേഷനിലെ കൗൺസിലറാണ് ഷീബ ബാബു. ആദ്യ 5 വർഷം UDF-നൊപ്പമായിരുന്ന ഷീബ കഴിഞ്ഞ 10 വർഷമായി LDF-നൊപ്പമായിരുന്നു. ഇടക്കാലത്ത് പല ഭരണസമിതി തീരുമാനങ്ങളിലും കൗൺസിൽ യോഗത്തിൽ പരസ്യമായി വിയോജനവും വിമർശനവും പ്രകടിപ്പിച്ച് രംഗത്തെത്തിയിരുന്നു. ഇതോടെയാണ് ഭരണസമിതിയും LDF നേതൃത്വവുമായി അകലാൻ കാരണമായത്. അതേസമയം BJPയിൽ അംഗത്വമെടുക്കുന്ന കാര്യത്തിൽ പിന്നീട് ചർച്ച ചെയ്യുമെന്നായിരുന്നു ഷീബയുടെ മറുപടി. അതൊക്കെ അപ്പോഴത്തെ ഇതുപോലെ തീരുമാനിക്കും. ഇപ്പം ഞാൻ അങ്ങനത്തെ തീരുമാനങ്ങളൊന്നും എടുത്തിട്ടില്ല. ഭാവിയിലാവാം, ആവാതിരിക്കാം. TCV തൃശൂർ. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഊബർ ടാക്സി കാറുകൾ വീണ്ടും തടഞ്ഞു. പരമ്പരാഗത ടാക്സി ഡ്രൈവർമാർ കാറുകൾ തടയുകയും യാത്രക്കാരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി ഊബർ ഡ്രൈവർമാർ പറഞ്ഞു. ട്രിപ്പ് ക്യാൻസൽ ചെയ്യുവാൻ നിർബന്ധിക്കുകയും ട്രിപ്പ് എടുക്കുവാൻ വന്നാൽ വാഹനത്തിന് കേടുപാട് വരുത്തുമെന്നും ഡ്രൈവറെ മർദ്ദിക്കുമെന്നും ഭീഷണിപ്പെടുത്തിയതായും പരാതിയുണ്ട്. ഇന്നലെ പറഞ്ഞുള്ളൂ കേട്ടിക്കോളാം. ഇന്നലെ പറഞ്ഞിട്ടുള്ളൂ കേട്ടിക്കോളാം. ആര് പറഞ്ഞാ ഇന്നലെ പറഞ്ഞുള്ളൂ. കേട്ടെന്ന് പറഞ്ഞാരാ? നിങ്ങളോട് കേട്ടെന്ന് പറഞ്ഞാരാ? ഓൺലൈൻ ഓട്ടോ ടാക്സികളെ നിയന്ത്രിക്കുക, പരമ്പരാഗത ഓട്ടോ ടാക്സി തൊഴിലാളികളെ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജില്ലാ മോട്ടോർ തൊഴിലാളി സംയുക്ത ട്രേഡ് യൂണിയൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ RTO ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മോട്ടോർ തൊഴിലാളി സംയുക്ത ട്രേഡ് യൂണിയൻ ജില്ലാ ചെയർമാൻ PK പുഷ്പാകരൻ ധർണ ഉദ്ഘാടനം ചെയ്തു. INTUC ജില്ലാ ജനറൽ സെക്രട്ടറി AT ജോസ് അധ്യക്ഷത വഹിച്ചു. മോട്ടോർ വാഹന ഫെഡറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് AC കൃഷ്ണൻ, INTUC ജില്ലാ ജനറൽ സെക്രട്ടറി VA ഷംസുദ്ദീൻ, STU ജില്ലാ സെക്രട്ടറി CI നൌഷാദ്, മോട്ടോർ വാഹന തൊഴിലാളി ഫെഡറേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് AM ജനാർദ്ദനൻ തുടങ്ങിയവർ സംസാരിച്ചു. മൂന്നാറിൽ ഓൺലൈൻ ടാക്സി തടഞ്ഞ് യാത്രക്കാരെ മറ്റൊരു ടാക്സിയിൽ കയറ്റി അയച്ച സംഭവത്തിൽ 3 ടാക്സി ഡ്രൈവർമാരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്ത നടപടിക്കെതിരെ കേരള ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ രംഗത്ത്. നിജസ്ഥിതി പരിശോധിക്കാതെ ലൈസൻസ് സസ്പെൻഡ് ചെയ്ത നടപടി റദ്ദാക്കണമെന്ന് കേരള ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന സെക്രട്ടറി AP ബാഹുലയൻ ആവശ്യപ്പെട്ടു. ഓൺലൈൻ ടാക്സിയുടെ വാടക നിരക്ക് തീരുമാനിച്ച് അഗ്രിഗേറ്റർ പോളിസി കേരളത്തിൽ നടപ്പിലാക്കണം. ലൈസൻസ് ഇല്ലാത്ത ഓൺലൈൻ ടാക്സി ഓപ്പറേറ്റർമാരെ നിരോധിക്കുകയും മോട്ടോർ വാഹന തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ ഭാഗമായി നടപ്പിലാക്കാൻ പദ്ധതിയിട്ട സാരഥി ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉടൻ നടപ്പാക്കുകയും ചെയ്യണമെന്ന് കേരള ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ ആവശ്യപ്പെട്ടു. മറ്റു ഭാരവാഹികളായ KV സജീഷ്, ഇബ്രാഹിം ചിറ്റപ്പുറം, ജോയ് പുത്തൻപീടിക, പ്രേംചന്ദ് തിരൂർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വെള്ളിക്കുളങ്ങര ശാസ്താംപൂവം ആദിവാസി ഉന്നതിയിൽ സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ സന്ദർശനം നടത്തി. ആദിവാസി ഉന്നതികളിലെയും അംഗനവാടികളിലെയും വിദ്യാലയങ്ങളിലെയും ഭക്ഷ്യഭദ്രതാ പദ്ധതികൾ സംബന്ധിച്ച് വിലയിരുത്താനായിരുന്നു സന്ദർശനം. ഭക്ഷ്യ കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ ജിനു സക്കറിയ ഉമ്മൻ, കമ്മീഷൻ അംഗങ്ങളായ ഷീല വിജയകുമാർ, മുരുകേഷ് എന്നിവരാണ് വ്യാഴാഴ്ച ശാസ്താംപൂവം ഉന്നതി സന്ദർശിച്ചത്. ഉന്നതിയിലെ വീടുകളിലെത്തിയ കമ്മീഷൻ ചെയർമാൻ അരി ഉൾപ്പെടെയുള്ള റേഷൻ സാധനങ്ങൾ കൃത്യമായി ലഭിക്കുന്നുണ്ടോ എന്ന് വീട്ടമ്മമാരോട് ചോദിച്ചറിഞ്ഞു. ഉന്നതിയിലെ അംഗനവാടിയുടെ പ്രവർത്തനം പരിശോധിച്ച കമ്മീഷൻ
രജിസ്റ്ററുകൾ പരിശോധിക്കുകയും അങ്കണവാടിയിലെ അടുക്കളയിലെത്തി ഭക്ഷണകാര്യങ്ങൾ സംബന്ധിച്ച് ജീവനക്കാരോടും കുട്ടികളോടും അന്വേഷിച്ചു. കമ്മ്യൂണിറ്റി ഹാളിൽ വിളിച്ചു ചേർത്ത യോഗത്തിലും ആദിവാസി കുടുംബങ്ങളുമായി കമ്മീഷൻ ചെയർമാനും അംഗങ്ങളും സംസാരിച്ചു. ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ, കൗമാരപ്രായക്കാർ എന്നിവർക്കുള്ള പോഷകാഹാര വിതരണം സുഗമമായി നടക്കുന്നുണ്ടെന്നും കമ്മീഷൻ ഉറപ്പുവരുത്തി. ഒരു പരാതികളും നമുക്ക് ലഭിച്ചിട്ടില്ല. പ്രത്യേകിച്ച് റേഷൻ വിതരണം വളരെ ഭംഗിയായി നടക്കുന്നു എന്ന് അറിഞ്ഞതിൽ ഉദ്യോഗസ്ഥരോടുള്ള അഭിനന്ദനം അറിയിക്കുകയാണ്. ഈ ജില്ലയിൽ ഈ കാര്യങ്ങൾ ഭക്ഷ്യഭദ്രതയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഭക്ഷ്യഭദ്രത എന്ന് പറയുന്നത് പോഷക ഭദ്രതയും കൂടാണ്. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെയും ഒരു പ്രവർത്തനങ്ങളാണ്. അതിലേറെ ഭംഗിയോടുകൂടി പ്രവർത്തിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥരെയും ഭക്ഷ്യ കമ്മീഷന്റെ ചെയർമാന്റെയും വന്നിരിക്കുന്ന 2 മെമ്പർമാരുടെയും ഭക്ഷ്യ കമ്മീഷന്റെയും പേരിലുള്ള അഭിനന്ദനം അറിയിക്കുന്നു. തുടർന്ന് വെള്ളിക്കുളങ്ങര സർക്കാർ UP സ്കൂളിൽ സന്ദർശിച്ച കമ്മീഷൻ ചെയർമാനും അംഗങ്ങളും കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണ വിതരണത്തിന്റെ കാര്യക്ഷമത വിലയിരുത്തി. ജില്ലാ സപ്ലൈ ഓഫീസർ DJ ആശ, താലൂക്ക് സപ്ലൈ ഓഫീസർ PS പ്രവീൺ, തഹസിൽദാർ KA ജേക്കബ്, ജില്ലാ ട്രൈബൽ ഓഫീസർ M ശശി, ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ LP പ്രദീപ് കുമാർ, ചാലക്കുടി അസിസ്റ്റന്റ് വിദ്യാഭ്യാസ ഓഫീസർ PB നിഷ, ശാസ്താംപൂവം ഊരുമൂപ്പൻ സേവ്യർ, ആദിവാസി ക്ഷേമ പ്രവർത്തകൻ ജോയ് കാവുങ്ങൽ, CPI വെള്ളിക്കുളങ്ങര ലോക്കൽ സെക്രട്ടറി ഷൈജു കാട്ടുങ്ങായിരുന്നു. TCV ന്യൂസ്, കൊടകര. മേലൂർ കുന്നപ്പിള്ളിയിൽ മദ്യപാനത്തിനിടെ സുഹൃത്തിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. അടിച്ചിലെ ആലക്കപ്പിള്ളി KVT വീട്ടിൽ ശോഭനനെയാണ് കൊരട്ടി പോലീസ് അറസ്റ്റ് ചെയ്തത്. മംഗലത്ത് വീട്ടിൽ 60 വയസ്സുള്ള സുധാകരനെയാണ് ബുധനാഴ്ച വൈകിട്ട് പ്രതി കഴുത്തിൽ കത്തി കുത്തിയിറക്കി കൊലപ്പെടുത്തിയത്. കൊലയ്ക്കുപയോഗിച്ച കത്തി ശോഭനന്റെ വീട്ടു പരിസരത്ത് നിന്നും പോലീസ് കണ്ടെടുത്തു. അമിതമായി മദ്യപിച്ചതിനാൽ സംഭവം കൃത്യമായി ഓർമ്മയിൽ വരുന്നില്ലെന്നാണ് ശോഭനൻ പോലീസിൽ മൊഴി നൽകിയത്. പാണേലി രാജപ്പൻ എന്നയാളുടെ വീട്ടിൽ വെച്ചായിരുന്നു കൊലപാതകം. തൊഴിലുറപ്പ് തൊഴിലാളികളായ ഇരുവരും രാജപ്പന്റെ വീട്ടിലെത്തി രാവിലെ മുതൽ മദ്യപിച്ചിരുന്നു. തുടർന്നുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. പോസ്റ്റ്മോർട്ടത്തിനു ശേഷം സുധാകരന്റെ മൃതദേഹം സംസ്കരിച്ചു. രൂക്ഷമായ വന്യമൃഗശല്യം മൂലം പ്രതിസന്ധിയിലായി കൊക്കോ കർഷകർ. ചേലക്കര, പഴയന്നൂർ, എളനാട്, തിരുവല്ലുവമല മേഖലയിലെ കർഷകർ കൊക്കോ കൃഷി ഉപേക്ഷിക്കുന്നു. മലയണ്ണാൻ, അണ്ണാൻ, വെരുക് തുടങ്ങിയവയുടെ ശല്യത്താൽ മേഖലയിലെ കർഷകർ കൃഷി ചെയ്യാനാകാത്ത അവസ്ഥയിലാണ്. കൊക്കോ മൂപ്പെത്തും മുൻപ് കായകൾ ഇവ തുരന്ന് തിന്നു നശിപ്പിക്കുകയാണ്. അധ്വാനമെടുത്ത് കർഷകൻ കായ പറിക്കാൻ എത്തുമ്പോൾ പലപ്പോഴും പുറംതോട് മാത്രമാണ് ലഭിക്കുന്നത്. മേഖലയിൽ തെങ്ങിനും റബ്ബറിനും ഇടവിളയായി നിരവധി പേരാണ് കൊക്കോ കൃഷി ചെയ്തിരുന്നത്. വന്യമൃഗശല്യം മൂലം ഭൂരിഭാഗം കർഷകരും ഇപ്പോൾ മരങ്ങൾ മുറിച്ചുകളയുകയാണ്. ഒരു മരത്തിൽ നിന്ന് ശരാശരി 10 കിലോ കൊക്കോ കുരു വരെ കർഷകർക്ക് ലഭിക്കാറുണ്ട്. വളരെ ലാഭകരമാണ് കൊക്കോ കൃഷിയെന്നും വളരെ കുറവ് പരിചരണം മതിയെന്നും കർഷകർ പറയുന്നു. എന്നാൽ വന്യമൃഗശല്യം മൂലം ഈ മേഖലയിൽ നിന്നും പിൻവാങ്ങുകയാണ് കർഷകർ. കഴിഞ്ഞ മാർച്ചിലൊക്കെ 900 രൂപ വില വന്നതാണ്. മുഴുവൻ ഈ എന്താ പറയുക, മെരുക്, മലയണ്ണാൻ, അണ്ണാൻ ഇതൊക്കെ തിന്നിട്ടൊന്നും കിട്ടാതെയായി. ഒരു മരത്തുനിന്നൊരു 10 കിലോ വരെ ഒരു വർഷത്തിൽ കിട്ടും കൊക്കോന്. റബ്ബറിൻ്റെ ഇടയിൽ ഇടവേളാക്കി പറ്റിയൊരു സാധനം ഇത് മാത്രമേ ഉള്ളൂ. നനയ്ക്കാനും കൂടി സൗകര്യം ഉണ്ടെങ്കിൽ നല്ല ആദായമുള്ളൊരു വിളയാണ്. കാട്ട് മൃഗങ്ങളെ കൊണ്ട് വന്യജീവികളെ കൊണ്ടും അത് ചെയ്തെടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. കലാമണ്ഡലം വിദ്യാർത്ഥികൾക്കെതിരായ ലൈംഗിക അതിക്രമത്തിൽ പ്രതിയായ അധ്യാപകൻ കനകകുമാറിനായുള്ള അന്വേഷണം ഊർജിതമാക്കി പോലീസ്. അധ്യാപകന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും പോലീസ് നിരീക്ഷണത്തിലാണ്. അധ്യാപകനെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. കൂടിയാട്ട വിഭാഗത്തിലെ അധ്യാപകൻ കനകകുമാറിനെതിരെ 6 വിദ്യാർത്ഥികളുടെ പരാതിയിലാണ് പോലീസ് തിങ്കളാഴ്ച കേസെടുത്തത്. കേസെടുത്തതിന് പിന്നാലെ അധ്യാപകൻ ഒളിവിൽ പോവുകയായിരുന്നു.
അധ്യാപകനെക്കുറിച്ച് ചില നിർണായക വിവരങ്ങൾ ലഭിച്ചതായി പോലീസ് പറഞ്ഞു. വിദ്യാർത്ഥികളുടെ പരാതിയിൽ കലാമണ്ഡലം അധികൃതർ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ വിദ്യാർത്ഥികളുടെ പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ആരോപണ വിധേയനായ അധ്യാപകനെ വൈസ് ചാൻസലർ സസ്പെൻഡ് ചെയ്തിരുന്നു. ക്ലാസ് റൂമിൽ മദ്യപിച്ചെത്തിയ അധ്യാപകൻ വിദ്യാർത്ഥികളോട് അപമര്യാദയായി പെരുമാറിയതായാണ് പരാതി. കുന്നംകുളത്ത് പോലീസിന്റെ കസ്റ്റഡി മർദ്ദനത്തിനിരയായ കോൺഗ്രസ് പ്രവർത്തകൻ VS സുജിത് ഇത്തവണ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കും. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ ചൊവ്വന്നൂർ ഡിവിഷനിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി സുജിത് മത്സരിക്കുന്നത്. പോലീസ് അതിക്രമങ്ങൾക്കെതിരെയും ഇടതുപക്ഷ സർക്കാരിനെതിരെയുമുള്ള ജനവിരുദ്ധ പോരാട്ടമായി തിരഞ്ഞെടുപ്പിനെ കാണുകയാണെന്നും ജനവിധി പോലീസിനെതിരെയുള്ള വിധിയെഴുത്താകുമെന്നും സുജിത് പറഞ്ഞു. LDFന്റെ കുത്തക സീറ്റിൽ പോരാട്ടത്തിനിറങ്ങുന്ന സുജിത്തിന് ഇത് മറ്റൊരു പോരാട്ടമാകും. 2023 ഏപ്രിൽ 5-നാണ് സുജിത്തിന് കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ മർദ്ദനം നേരിടേണ്ടി വന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് SI ഉൾപ്പെടെ 4 പോലീസുകാർ സസ്പെൻഷനിലാണ്. TCV ന്യൂസ്, കുന്നംകുളം. ഗുരുവായൂർ നഗരസഭയിലെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 10ാം വാർഡിൽ നിലവിലെ കൌൺസിലർ KM മെഹറൂഫ്, 15-ൽ മുൻ കൌൺസിലർ റഷീദ് കുന്നിക്കൽ, 23-ൽ നൌഷാദ് അഹമു എന്നിവരാണ് സ്ഥാനാർത്ഥികൾ. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CH റഷീദ് പ്രഖ്യാപനം നടത്തി. എടത്തിരിഞ്ഞയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് ചികിത്സയിലായിരുന്ന ബൈക്ക് യാത്രികൻ മരിച്ചു. പടിയൂർ കനാൽപ്പാലം സ്വദേശി കോലത്ത് വീട്ടിൽ 64 വയസ്സുള്ള മണിക്കുട്ടനാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസമായിരുന്നു അപകടം. അപകടത്തിൽ തലയ്ക്ക് സാരമായി പരിക്കേറ്റ് ഇരിങ്ങാലക്കുട സഹകരണ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. കൊണ്ടാഴി പഞ്ചായത്തിൽ 1ാം ഘട്ട BJP സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നു. BJP തൃശൂർ നോർത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി അനീഷാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. സ്ഥാനാർത്ഥി പ്രഖ്യാപന ചടങ്ങിൽ മുതിർന്ന CPM നേതാവ് കൃഷ്ണൻകുട്ടി BJPയിൽ അംഗത്വമെടുത്തു. തെക്കുംകര പഞ്ചായത്തിലെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നു. നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ, BJP തെക്കുംകര ഏരിയ പ്രസിഡന്റ് പ്രദീപ്, KA അഭിലാഷ്, മണ്ഡലം പ്രസിഡന്റ് KK രഞ്ജിത്ത് എന്നിവർ ചേർന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ആദ്യഘട്ടത്തിൽ 13 സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. ക്രൈംബ്രാഞ്ച് DYSPയും സാഹിത്യകാരനുമായ സുരേന്ദ്രൻ മങ്ങാട്ട് രചിച്ച ദൈവത്തെ കാണും നേരം എന്ന നാടകം ഞായറാഴ്ച അരിമ്പൂർ UP സ്കൂളിൽ അരങ്ങേറുന്നു. സംവിധായകന്റെ മേലങ്കി അണിയുന്നത് DYSPയുടെ സഹോദരനായ സുനിൽ മങ്ങാട്ടാണ്. നിരവധി ഹ്രസ്വചിത്രങ്ങൾക്കും പോലീസിനും വേണ്ടി ആദ്യമായി നിർമ്മിച്ച സിനിമയ്ക്കും കഥ എഴുതിയിട്ടുണ്ട്. സുരേന്ദ്രൻ മങ്ങാട്ട് സുനിലിന്റെ ആവശ്യപ്രകാരമാണ് സുരേന്ദ്രന്റെ നാടകത്തിന്റെ രചന ഏറ്റെടുത്തത്. 2.5 പതിറ്റാണ്ടായി നാടക അഭിനയ രംഗത്തുള്ള സുനിൽ മങ്ങാട്ട് സംവിധാനം ചെയ്യുന്ന 4ാമത്തെ നാടകമാണ് ദൈവത്തെ കാണും നേരം. 100 രാജ്യങ്ങളുടെ ദേശീയ മൃഗങ്ങളുടെ പേര് 84 സെക്കൻഡിൽ തെറ്റാതെ പറഞ്ഞതിന് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം പിടിച്ച് UKG വിദ്യാർത്ഥി ആദർശ്. കണ്ടാണശ്ശേരി അരിയന്നൂർ സ്വദേശി നിതീഷ് ഈശ്വരി ദമ്പതികളുടെ മകനായ ആദർശ് ചൂണ്ടൽ ഡി പോൾ EMHS സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. പാലക്കാട് നടന്ന സംസ്ഥാനതല പ്രവൃത്തി പരിചയമേളയിൽ വുഡ് കാർവിംഗ് വിഭാഗത്തിൽ ചേർപ്പ് CNN സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി ശിവനാഥ് ഫസ്റ്റ് A ഗ്രേഡിന് അർഹനായി. മുൻ വർഷങ്ങളിലും സംസ്ഥാനതലത്തിൽ ഫസ്റ്റ് A ഗ്രേഡും തേർഡ് A ഗ്രേഡും കരസ്ഥമാക്കിയിട്ടുണ്ട്. ശിവനാഥിന്റെ സഹോദരങ്ങളായ വിനീത്, വിജീഷ് എന്നിവരുടെ ശിക്ഷണത്തിലാണ് ഈ വിദ്യ അഭ്യസിക്കുന്നത്. സബ് ജില്ലാ തലത്തിലും 1ാം സ്ഥാനം കരസ്ഥമാക്കിയിരുന്നു. ഒല്ലൂർ പെരുവാങ്കുളങ്ങര പെരുമ്പാട്ടിൽ മുരളി ഷീബ ദമ്പതികളുടെ മകനാണ്. മലക്കപ്പാറ റോഡിലെ ആനക്കയം കുമ്മാട്ടി കലുങ്ക് നവീകരിക്കണമെന്ന ജില്ലാ കളക്ടറുടെ ഉത്തരവ് പൊതുമരാമത്ത് വകുപ്പ് ഇതുവരെയും നടപ്പിലാക്കിയില്ല. നവംബർ 10-നകം കലുങ്കിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി റോഡ് തുറന്നു കൊടുക്കണമെന്നായിരുന്നു കളക്ടറുടെ ഉത്തരവ്. കഴിഞ്ഞ ഒക്ടോബർ 31 ഇറക്കിയ ഉത്തരവാണ് ഇതുവരെയും പൊതുമരാമത്ത് വകുപ്പ് മുഖവിലക്കെടുക്കാതിരുന്നത്. കലുങ്കിന്റെ അറ്റകുറ്റപ്പണികൾക്കുള്ള പ്രാഥമിക നടപടികൾ പോലും ഉണ്ടായില്ലെന്നാണ് വിവരം. ആനക്കയം പാലത്തിനടുത്താണ് മലയിൽ നിന്നും വെള്ളമൊഴുകുന്ന കുമ്മാട്ടിത്തോടും അതോടനുബന്ധിച്ചുള്ള കലുങ്കും. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള കലുങ്ക് കനത്ത മഴയിൽ ഇതിനു മുൻപും തകരാറിലായിട്ടുണ്ട്. എന്നാൽ ഇത്തവണ അടിത്തറ ഇളകി ഗുരുതര കേടുപാടുകളാണ് സംഭവിച്ചത്. പ്രശ്നത്തിന്റെ ഗൗരവം ബോധ്യപ്പെട്ടതാണ് കളക്ടർ പ്രശ്നത്തിൽ ഇടപെടാൻ കാരണം. നവംബർ 1 മുതൽ സർവീസ് ബസ്സുകൾ മാത്രമാണ് അമിതഭാരം ഒഴിവാക്കി പാലത്തിലൂടെ കടത്തിവിടുന്നത്. മറ്റു ചെറിയ വാഹനങ്ങൾക്കും സഞ്ചരിക്കാം. എന്നാൽ വിനോദസഞ്ചാരികളുടെ ബസ്സുകളും ചരക്ക് ലോറികളും പാലത്തിലൂടെ കടന്നുപോകുന്നത് നിരോധിച്ചിരിക്കുകയാണ്. TCV ന്യൂസ്, ചാലക്കുടി.
യുവജനങ്ങളെ നോക്കുകുത്തിയാക്കി കൊടുങ്ങല്ലൂർ നഗരസഭയിലെ ഇടത് ഭരണസമിതി ബന്ധു നിയമനം നടത്തിയതായി ആരോപിച്ച് യുവമോർച്ച കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റി മുട്ടിലിഴഞ്ഞ് പിച്ചയെടുത്ത് പ്രതിഷേധിച്ചു. ചന്തപ്പുര ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിച്ച് പ്രതിഷേധ പരിപാടി നഗരസഭാ ഓഫീസ് പരിസരത്ത് സമാപിച്ചു. യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് KM ലാൽ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് അംജിത് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം ജനറൽ സെക്രട്ടറി സുബിൻ കുമാർ, BJP മണ്ഡലം പ്രസിഡന്റ് ജിതേഷ്, യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി ഹരിപ്രസാദ് തുടങ്ങിയവർ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തു. കൺസോൾ മെഡിക്കൽ ചാരിറ്റബിൾ ട്രസ്റ്റ് വാർഷികത്തോടനുബന്ധിച്ച് തിങ്കളാഴ്ച ഗുരുവായൂരിൽ സാന്ത്വന സന്ധ്യ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വൈകിട്ട് പടിഞ്ഞാറെ നടയിൽ കൃഷ്ണപിള്ള സ്ക്വയറിൽ നടക്കുന്ന വാർഷികാഘോഷം ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് മെഹഫിൽ സന്ധ്യയും നടക്കും. വൈകിട്ട് ജമാൽ താമരത്ത്, സെക്രട്ടറി PM അബ്ദുൾ ഹബീബ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ സമഗ്ര വിദ്യാഭ്യാസ പരിപാടിയായ സമേതത്തിന്റെ തളിക്കുളം പഞ്ചായത്തുതല ഉദ്ഘാടനം വാടാനപ്പള്ളി എക്സൈസ് ഇൻസ്പെക്ടർ VG സുനിൽകുമാർ നിർവഹിച്ചു. PTA പ്രസിഡന്റ് സജീഷ് MS അധ്യക്ഷത വഹിച്ചു. തളിക്കുളം BPC TV ചിത്രകുമാർ, SMC ചെയർമാൻ രജീഷ് MV, MPTA പ്രസിഡന്റ് സ്മൃതി MM, പ്രധാന അധ്യാപിക അബ്സദ്, വിമുക്തി കോർഡിനേറ്റർ ജാസ്മിൻ VH എന്നിവർ സംസാരിച്ചു. നമ്മുടെ ജീവിതം തന്നെയാണ് ലഹരി, അല്ലേ? നിങ്ങളുടെ ലഹരി. തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനയായ സൊലസിന്റെ 18ാം വാർഷികം ശനിയാഴ്ച തൃശൂർ റീജിയണൽ തിയേറ്ററിൽ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. എഴുത്തുകാരി S ശാരദക്കുട്ടി വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യും. എഴുത്തുകാരൻ N രാജൻ മുഖ്യാതിഥിയാകും. തുടർന്ന് ഗസൽ ഗായകൻ റാസയുടെ നേതൃത്വത്തിൽ സംഗീത വിരുന്നരങ്ങേറും. സൊലസ് വൈസ് പ്രസിഡന്റ് EM ദിവാകരൻ, മറ്റു ഭാരവാഹികളായ PV സുരേന്ദ്രനാഥ്, P ഗീത, K ഗീത, MK ഷീജ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കാറളം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന വീട്ടിലെ ലൈബ്രറിയുടെ നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുടയിൽ വീടുകളിൽ ഒരുക്കുന്ന ലൈബ്രറികൾക്ക് പുരസ്കാരങ്ങൾ നൽകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വീടുകൾ കേന്ദ്രീകരിച്ച് 250 പുസ്തകങ്ങളിൽ അധികമുള്ള വീടുകളിലെ ലൈബ്രറികളാണ് പുരസ്കാരത്തിന് പരിഗണിക്കുക. കൂടാതെ 2026 വിവിധ സാഹിത്യ പുരസ്കാരങ്ങൾക്കായി അപേക്ഷകൾ ക്ഷണിക്കുന്നതായും ഭാരവാഹികൾ അറിയിച്ചു. ജീവചരിത്രം, ആത്മകഥ, ലേഖനങ്ങൾ, ബാലസാഹിത്യം, ഓർമ്മക്കുറിപ്പുകൾ എന്നീ വിഭാഗങ്ങളിലാണ് പുരസ്കാരം ഏർപ്പെടുത്തുന്നത്. റഷീദ് കാറളം, രാധാകൃഷ്ണൻ വെട്ടത്ത്, TS സജീവ്, KN രാമൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. തൃശൂർ സെന്റ് തോമസ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ 106ാമത് സംഗമം ശനിയാഴ്ച വൈകിട്ട് സ്റ്റാൾസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. തൃശൂർ അതിരൂപത സഹായമെത്രാൻമാർ ടോണി നീലങ്കാവിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഉദ്ഘാടനം ചെയ്യും. കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ KA മാർട്ടിൻ, സ്റ്റാൾസ് പ്രസിഡന്റ് CA ഫ്രാൻസിസ്, ജെയിംസ് മുട്ടിക്കൽ, CV അജി, ഡോക്ടർ KP നന്ദകുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിൽ നടന്നുവന്ന ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം സമാപിച്ചു. ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിൽ തുളസി ബാലകൃഷ്ണൻ വടക്കുംചേരിയായിരുന്നു യജ്ഞാചാര്യ. യമുന പഴയന്നൂർ പാരായണത്തിന് നേതൃത്വം നൽകി. നമ്മളിപ്പോ ഗുരുവായൂരൊക്കെ പോയാല് ഭഗവാന്റെ തളിക്കുളം ചിലങ്ക ബീച്ച് ആലുങ്ങൽ ചണ്ഡികേശ്വരി ക്ഷേത്രത്തിൽ മണ്ഡലകാലത്തെ പുണ്യവുമായി മഹാലക്ഷദീപം സമർപ്പണം ഞായറാഴ്ച നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. വൈകിട്ട് 6-ന് സ്വാമി തേജസ്വരൂപാനന്ദ സരസ്വതി ഭദ്രദീപം തെളിയിക്കുന്ന പരിപാടിയിൽ മുൻ SP PN ഉണ്ണിരാജ, സാമൂഹ്യ പ്രവർത്തക ഡോക്ടർ നുസ്രത്ത് ജഹാൻ, കർണാടക ഹിന്ദു മഹാസഭ പ്രസിഡന്റ് ഡോക്ടർ മനോജ്, സിനിമാ രംഗത്തെ അഭിനേതാക്കളായ ദേവൻ, കുമാരി ദേവനന്ദ തുടങ്ങി നിരവധി പ്രമുഖർ പങ്കെടുക്കും. വാസുദേവൻ ആലുങ്ങൽ, രത്നാകരൻ ആലുങ്ങൽ, മുരളി ആലുങ്ങൽ, ഷിബു ആലുങ്ങൽ, അനിൽകുമാർ ആലുങ്ങൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സത്യസായി ബാബയുടെ 100ാം ജയന്തി ആഘോഷങ്ങൾ ഇന്നു മുതൽ 23 വരെ ഇരിങ്ങാലക്കുടയിൽ വിപുലമായി ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സോപാന സംഗീതജ്ഞൻ കാവിൽ ഉണ്ണികൃഷ്ണ വാര്യരുടെ നേതൃത്വത്തിൽ 50ഓളം പേർ പങ്കെടുക്കുന്ന സംഗീതാർച്ചന സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. V സായ്റാം, കാവിൽ ഉണ്ണികൃഷ്ണ വാര്യർ, ടോയ് പ്രഭാകരൻ, V ശിവദാസ്, രാധാകൃഷ്ണൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.
യുണൈറ്റഡ് പെന്തക്കോസ്ത് സിനഡ് കുന്നംകുളം താലൂക്ക് സമിതിയുടെ നേതൃത്വത്തിൽ ഭാരത ക്രൈസ്തവീയം എന്ന പേരിൽ ഈ മാസം ഞായറാഴ്ച കുന്നംകുളത്ത് ക്രൈസ്തവ സമ്മേളനവും സുവിശേഷ റാലിയും പൊതുസമ്മേളനവും നടത്തും. ദേശീയ സെക്രട്ടറി പാസ്റ്റർ MG മാനുവേൽ, പ്രസിഡന്റ് പാസ്റ്റർ ജെയിംസ് മേമന്ന, വൈസ് പ്രസിഡന്റ് പാസ്റ്റർ ലിബിനി ചുമാർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായി സിനർജി എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സ്കോളർഷിപ്പ് പരീക്ഷ ഞായറാഴ്ച തൃശൂർ സെന്റ് തോമസ് കോളേജിൽ നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പരീക്ഷയിൽ 5ാം റാങ്ക് വരെ നേടുന്ന വിദ്യാർത്ഥികൾക്ക് ക്യാഷ് പ്രൈസും 1000ഓളം പേർക്ക് തുടർ പഠനത്തിന് സ്കോളർഷിപ്പും നൽകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ട്രസ്റ്റ് പ്രതിനിധികളായ ഡോക്ടർ T. സുരേഷ് കുമാർ, ഡോക്ടർ PT ഉഷ, A. രാധാകൃഷ്ണ മേനോൻ, നിഹാസ് ബക്കർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നടവരമ്പ് തൃപ്പയ്യ ക്ഷേത്രക്ഷേമ സമിതിയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള നാരായണീയ പാരായണ മത്സരം ഈ മാസം 16-ന് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഇതോടനുബന്ധിച്ച് നടത്തുന്ന നാരായണീയ സഭ ഡോക്ടർ മഹേഷ് ബാബു ഉദ്ഘാടനം ചെയ്യും. ക്ഷേത്രസമിതി രക്ഷാധികാരി കാവനാട് രാമൻ നമ്പൂതിരി, പ്രസിഡന്റ് പരിയാടത്ത് രാധാകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് ശോഭ P. മേനോൻ, ജനറൽ സെക്രട്ടറി തലാപ്പിള്ളി ഉണ്ണികൃഷ്ണൻ, ബാലകൃഷ്ണൻ അഞ്ചത്ത്, VP സുകുമാർ മേനോൻ, ട്രഷറർ വത്സകുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല ഡിസംബർ 4-ന് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പൊങ്കാലയ്ക്ക് മുന്നോടിയായുള്ള കാർത്തിക സ്തംഭം ഉയർത്തൽ ഈ മാസം 23-ന് നടക്കും. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പൊങ്കാല ഉദ്ഘാടനം ചെയ്യും. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി O. പനീർശെൽവം ദീപം പ്രകാശിപ്പിക്കും. ക്ഷേത്ര മാനേജിംഗ് ട്രസ്റ്റി മണിക്കുട്ടൻ നമ്പൂതിരി, മേൽശാന്തി അശോകൻ നമ്പൂതിരി, രഞ്ജിത്ത് P. നമ്പൂതിരി, അജിത് കുമാർ പിഷാരത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 11,715 രൂപ, പവന് 93,720 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡൻ ഡയമണ്ട്സ് തൃപ്രയാർ. തൃശൂർ കോർപ്പറേഷനിലെ LDF സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ ബാബു NDAയിൽ ചേർന്നു. കൃഷ്ണാപുരം ഡിവിഷനിൽ ഷീബ ബാബു മത്സരിക്കും. തൃശൂർ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലേക്കുള്ള ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ BJP പ്രഖ്യാപിച്ചു. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഊബർ ടാക്സി കാറുകൾ വീണ്ടും തടഞ്ഞു. ഓൺലൈൻ ഓട്ടോ ടാക്സികളെ നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ മോട്ടോർ തൊഴിലാളി സംയുക്ത ട്രേഡ് യൂണിയൻ RTO ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ശാസ്താംപൂവം ആദിവാസി ഉന്നതിയിൽ സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ സന്ദർശനം നടത്തി. ഭക്ഷ്യഭദ്രതാ പദ്ധതികൾ വിലയിരുത്തുന്നതിനായിരുന്നു സന്ദർശനം. മേലൂർ കുന്നപ്പിള്ളിയിൽ മദ്യപാനത്തിനിടെ സുഹൃത്തിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. അടിച്ചിരി സ്വദേശി ശോഭനനെയാണ് കൊരട്ടി പോലീസ് അറസ്റ്റ് ചെയ്തത്. രൂക്ഷമായ വന്യമൃഗശല്യം മൂലം പ്രതിസന്ധിയിലായി കൊക്കോ കർഷകർ. ചേലക്കര, പഴയന്നൂർ, എളനാട്, തിരുവല്ലോമല മേഖലയിലെ കർഷകർ കൊക്കോ കൃഷി ഉപേക്ഷിക്കുന്നു. കലാമണ്ഡലം വിദ്യാർത്ഥികൾക്കെതിരായ ലൈംഗിക അതിക്രമം. ഒളിവിൽ പോയ അധ്യാപകൻ കനകകുമാറിനെ കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽ.